അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താനും സജി നന്ദ്യാട്ടും ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് പ്രതികരണത്തിനായി. അഡ്വക്കേറ്റ് ആശ, എന്തുകൊണ്ട് ഇങ്ങനൊരു വിധി? അതിജീവിതയ്ക്കൊപ്പം നിന്നിരുന്ന താങ്കൾ അടക്കമുള്ള ആളുകൾ ഈ വിധിയാണോ പ്രതീക്ഷിച്ചത്? എന്തുകൊണ്ടാണ് കോൺസ്പിറസി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയത്? എല്ലാ ആളുകളും എങ്ങനെയാണ് വിചാരിച്ചതെന്ന് എനിക്കറിയില്ല. ഇന്ന് രാവിലെ വരെ ഞാൻ പറഞ്ഞിരുന്നു കോൺസ്പിറസി തെളിയിക്കാൻ ഒട്ടും എളുപ്പമല്ല എന്ന്. മാത്രമല്ല, കോൺസ്പിറസി തെളിയിക്കാനുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു അന്വേഷണം തുടങ്ങിയിരുന്ന സമയത്തും ആദ്യ പോലീസിൻ്റെ അടുത്ത് മൊഴികൾ വന്ന സമയത്ത്. പിന്നീട് നമ്മൾ തന്നെ കണ്ടതാണ് എങ്ങനെയെല്ലാം കോൺസ്പിറസി തെളിയിക്കാൻ നിന്നിരുന്ന നമ്മുടെ വിറ്റ്നസ്സുകൾ മുഴുവനും മലക്കം മറിഞ്ഞതും, അതുപോലെ തന്നെ കോൺസ്പിറസി പ്രൂവ് ചെയ്യുന്ന ഡിജിറ്റൽ തെളിവുകൾ മുഴുവനും, അതായത് ഫോൺ അടക്കമുള്ള എല്ലാ സംഗതികളെയും അത് കൊണ്ടുപോയി ഇറേസ് ചെയ്ത് കളഞ്ഞതൊക്കെ. അതിനുവേണ്ടി സിസ്റ്റം എത്രത്തോളം നന്നായി തന്നെ ഡിഫൻസ് സിസ്റ്റം വർക്ക് ചെയ്തു നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ കേരളത്തിലെ, നിങ്ങൾ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, കേരളത്തിലെ ഡിഫൻസ് ലോയേഴ്സ് അല്ലെങ്കിൽ ഡിഫൻസ് സിസ്റ്റം വളരെ പക്കയാണ്. പക്ഷേ നമ്മുടെ പ്രോസിക്യൂഷന് അതിനുള്ള യാതൊരുവിധ സംവിധാനവും ഇല്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. ഈ കേസിൽ അതിജീവിത അനുഭവിച്ച നിസ്സഹായ അവസ്ഥ, കോടതിയിൽ വന്നു കഴിഞ്ഞിട്ടുള്ള നിസ്സഹായ അവസ്ഥ വളരെ അധികം നമ്മളെയൊക്കെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എനിക്ക് പേഴ്സണലി തന്നെ നമുക്ക് പലർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും വന്നിട്ടുണ്ട്. കാരണം പോലീസ് കേസ് അന്വേഷിച്ച് കോടതിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് കോടതിയിൽ നടക്കുന്ന സമയത്തെല്ലാം അതിജീവിത വളരെ നിസ്സഹായമാണ്. വിക്ടിംസ് ജൂറിസ്പ്രുഡൻസ് ഏറ്റവും അധികം പരാജയപ്പെട്ട ഒരു സമയമായിരുന്നു അത്. ഈ നമ്മുടെ നിയമവ്യവസ്ഥയുടെ തന്നെ പ്രശ്നമാണത്. കാരണം എന്നും ക്രിമിനൽസിന് അനുകൂലമായിട്ടാണ് നമ്മുടെ നിയമവ്യവസ്ഥ. ക്രിമിനൽസ് എന്ന് പറയുന്നില്ല, അക്യൂസ്ഡിന്. കാരണം ഒരാൾ കുറ്റവാളിയായി കോടതിയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അയാളെ നമ്മൾ പ്രൈമ ഫേസിയ ഇന്നസെൻ്റ് ആയിട്ടാണ് കാണുക. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്നത് അതൊക്കെ ശരിയാണ്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഇത് കേൾക്കുന്ന പൊതുസമൂഹം എന്ത് കരുതണം? ബാക്ക് ടു ബാക്ക് കേസുകൾ, ഫ്രാങ്കോ മുളയ്ക്കലിനെ വെറുതെ വിട്ടു, ദിലീപിനെ വെറുതെ വിട്ടു. അപ്പോൾ സൂര്യനെല്ലി കേസിലൊക്കെ ഹൈക്കോടതിയിൽ നിന്നുള്ള വിധി നമുക്കറിയാം. നിരവധി കേസുകൾ, ഒരു വൈറ്റ് കോളർ റേപ്പിസ്റ്റ് അല്ലാത്തതുകൊണ്ട് ഗോവിന്ദച്ചാമി ഇപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ഇങ്ങനെയുള്ള കേസുകളിൽ പരാജയം അടയേണ്ടി വരുന്നത് എന്ന് പൊതുസമൂഹത്തിന് കൺവിൻസിംഗ് ആയ ഒരു ഉത്തരവുണ്ടോ? ഉണ്ട്. പ്രോസിക്യൂഷൻ്റെ ഫെയിലിയർ ആണ് എന്ന് പറയേണ്ടി വരും. നിങ്ങൾ കേരളത്തിലെ മുഴുവൻ പ്രോസിക്യൂട്ടേഴ്സിനെ, ഞാൻ എല്ലാവരെയും അല്ല, ഞാനൊരു 70% പ്രോസിക്യൂട്ടേഴ്സിനെ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഈ പ്രോസിക്യൂട്ടേഴ്സിന് എത്രത്തോളം ഒരു കേസിൽ ഇൻഡൾജ് ചെയ്തിട്ട് ഡിഫൻസ് വക്കീൽ നിൽക്കുന്ന പോലെ നിന്ന് അതിന് വേണ്ടുന്ന ഡിഫൻസ് വക്കീൽ നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അത്രമേൽ അവർക്ക് എല്ലാവിധ സംവിധാനവും ഒരുക്കാനുള്ള ഇന്ധനം കൊടുക്കുന്നുണ്ട്. ഫ്യൂവൽ ടു വർക്ക്. എന്തുണ്ട് പ്രോസിക്യൂട്ടേഴ്സിന് അങ്ങനെയുള്ളത്? ഒരു ഡിഫൻസ് മെക്കാനിസം നടക്കുന്ന സമയത്ത് ഡിഫൻസ് അഡ്വക്കേറ്റ്സ് ഇരിക്കുന്ന ഒരു അവസ്ഥയും, അവർക്കൊരു 15ഓളം ജൂനിയേഴ്സ് വർക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾ കാണാനിട്ടാ നമ്മുടെ സിസ്റ്റം വളരെ മോശമാണ്. അതുകൊണ്ട് മാത്രമാണ് ആളുകൾ എക്വിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുന്നത്. എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നതൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്.